സംഗമഗ്രാമ നാട്യരംഗമിതാ സംഗമഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥസംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം സ്വാഗതം 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 ഇന്ന് പ്രഖ്യാപിച്ച പ്രബന്ധാവതരണങ്ങളിൽ AC നാരായണൻ സാറിൻ്റെ ആയിരുന്നു. എന്നാൽ തികച്ചും വ്യക്തിപരമായ കാരണങ്ങളാലും അദ്ദേഹത്തിന് ഔദ്യോഗികമായി തിരുവനന്തപുരത്ത് പോകേണ്ട ഒരു സാഹചര്യം വന്നാലും അതിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് അറിയിച്ചു. എന്നിരുന്നാലും ബാബു ഹൃദയത്തെ കേന്ദ്രീകരിച്ച് നമ്മുടെ വേണുമാഷ് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് നടന്നിരുന്നതുമായി ബന്ധിപ്പിച്ചുകൊണ്ട് സംസാരിക്കും. വേണുമാഷ സാധനം ക്ഷണിക്കുന്നു. ഇന്ന് വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് വളരെ പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തി നടത്തേണ്ട പ്രസംഗം, അതിന് പകരം പൊന്നു വെക്കുന്നിടത്ത് ഒരു പൂവ് വെക്കാൻ തീരുമാനിച്ചിട്ട് ഒരു 2 വാക്ക് സംസാരിക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. ബാഹുക ഹൃദയം എന്നാണ് പറയുന്നത്. ബാഹുക ഹൃദയത്തിന് പല അർത്ഥതലങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നളന്റെ പ്രച്ഛന്നമായ ഹൃദയമാണ് ബാഹുക ഹൃദയം. ദമയന്തിയെ ഉപേക്ഷിച്ച് കാട്ടിൽ അലയുന്ന നളൻ ഒരു ഉപകാരം ചെയ്തതിന്റെ പേരിൽ രൂപമാറ്റം സംഭവിക്കേണ്ടി വന്ന ഒരു വ്യക്തിയായി മാറുന്നു. മനോഹര രൂപിയായ രതീശ സുഭകൻ കാമദേവനെ പോലെ സുന്ദരനായ ബാഹുകൻ നളൻ ബാഹുകനായി മാറുമ്പോൾ കറുത്ത വർണ്ണത്തിൽ ശരീരം ശോഭിച്ച് ദീർഘം കുറഞ്ഞ് ഒരു രൂപമായി മാറുന്നു. അപ്പോൾ ഒരു ഉപകാരം ചെയ്താൽ അതിന് പ്രതിഫലമായി കിട്ടുന്നത് ഇത്തരത്തിൽ ഒരു ദുർവിധിയാണോ എന്ന് ചിന്തിക്കുകയാണ് ആദ്യമായി ബാഹുക ഹൃദയം. ഒപ്പം തന്നെ ആ വികൃതമാക്കപ്പെട്ട രൂപവും ഒപ്പം തന്നെ തനിക്ക് മുമ്പിൽ നീണ്ട ഒരു ജീവിതയാത്ര ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ബാഹുകന് പ്രത്യാശ ഉണ്ടാകുന്നതും അവിടെ തന്നെയാണ്. പത്രികൾ വസ്ത്രം കൊണ്ടുപോയപ്പോൾ ദമയന്തിയോടൊത്ത് ജീവിക്കാനുള്ള ആഗ്രഹവും അവർ കൊണ്ടുപോയി. അതുകൊണ്ടാണ് നളൻ ദമയന്തിയെ ഉപേക്ഷിച്ചത്. ബാഹുകൻ വസ്ത്രം കൊടുത്ത് പൂർവ്വരൂപം തിരിച്ചു കിട്ടും എന്ന് പറയുന്ന ആ സന്ദർഭത്തിൽ തന്നെ ചോദിക്കേണ്ടത് എനിക്ക് എന്നാണ് ദമയന്തിയോടൊപ്പം ജീവിക്കാൻ സാധിക്കുക എന്ന്. ഇവിടെ കാർക്കോടകൻ വസ്ത്രം കൊടുത്തതിന് ശേഷം ഇദ്ദേഹത്തിന് ദമയന്തിയോടൊത്ത് ജീവിക്കാൻ എന്നുള്ള ആഗ്രഹമുണ്ടാകുന്നു. അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കോൺഫ്ലിക്റ്റാണ്. ആദ്യം എങ്ങനെ ദമയന്തിയെ പോറ്റും എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ ആ ചിന്ത മാറിയിട്ട് എങ്ങനെയെങ്കിലും ദമയന്തിയോടൊത്ത് ജീവിച്ചാൽ മതി എന്നുള്ള ചിന്ത ഉണ്ടാകുന്നു. തുടർന്ന് തൻ്റെ മനസ്സിലെ സംഘർഷം മുഴുവനും അർദ്ധരാത്രി
എല്ലാവരും ഉറങ്ങിക്കിടക്കുകയാണ്. പക്ഷെ ബാഹുകന്റെ ഹൃദയത്തിൽ ഒരു പൂർണ്ണചന്ദ്രൻ ഓളം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് വിജനേപത എന്നുള്ള പദം ആരംഭിക്കുന്നത്. തൻ്റെ മനസ്സിലെ സംഘർഷവും വിഷമവും എല്ലാം പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ആരും കേൾക്കാതെ ഒരു വിലാപം പോലെ ഒരു വിചാരം ഉണ്ടാവുകയാണ്. അത് ചിലര് ഓവർ ഹിയർ ചെയ്തു. അപ്പൊ അവരോട് പറഞ്ഞു, ഇതൊരു കഥ ഞാനിങ്ങനെ പറഞ്ഞതാണ്. പണ്ട് ഒരു പുരുഷനും സ്ത്രീയും കൂടി സുഖമായി ജീവിക്കുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ദുർവിധി കാരണം അവൻ അവളെ ഉപേക്ഷിച്ചു പോയി എന്ന് ഒരു കഥയാണ്. ഇത് വെറും ഒരു കഥയാണ്. തുടർന്നുള്ള അവളെ ഏതൊരു കാമിനി എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊന്നും മറുപടി പറയാൻ ബാഹുകന്റെ ഹൃദയം സമ്മതിക്കുന്നില്ല. ദമയന്തിയെ കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ് ബാഹുകൻ എന്ന് മനസ്സിലാക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ മനസ്സിലൊരു അശനിവാദം പോലെ ഒരു വാർത്ത വന്നു വീഴുന്നത്. ദമയന്തിയുടെ രണ്ടാം സ്വയംവരമാണ്. ഇന്നലെ എന്ന് നിശ്ചയിച്ചു, അത് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചു. ഒരാള് മൂലം അതെന്നത്. അവിടെ ബാഹുകന്റെ ഹൃദയം വാസ്തവത്തിൽ തേങ്ങുകയാണ്. ഒപ്പം തന്നെ ആത്മരോഷം ഉണ്ടാകുകയും ചെയ്യുന്നു. ഒരാള് മൂലം അത് എന്നതും എന്നുള്ളത് തീർച്ചയായിട്ടും ഋതുപർണനെ ഉദ്ദേശിച്ചിട്ടായിരിക്കും എന്നാണ് ബാഹുകന്റെ കണ്ടെത്തൽ. അത് ഏകദേശം ഉറപ്പിക്കുന്ന രീതിയിൽ നളൻ അതിസുകൃതി, അതിനാൽ അന്ന് സാധ്യമായി ലളിതഗാത്രി മേളനം ഇന്നും ലഭിക്കും. നളൻ അതിസുകൃതിയായതുകൊണ്ട് എനിക്ക് അന്ന് കിട്ടാതിരുന്ന ദമയന്തിയെ ഇന്ന് എനിക്ക് കിട്ടുമെന്ന് ഋതുപർണൻ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം തന്റെ ചിന്ത ശരിയായിരുന്നു എന്നുകൂടി ഉറപ്പിക്കുക. ഈ ഒരു അവസരത്തിലാണ് നീ എൻ്റെ കൂടെ വരണം എന്ന് ഋതുപർണൻ ആവശ്യപ്പെടുന്നത്. വളരെ വേഗത്തിൽ ഏകദേശം വിദർഭയിൽ നിന്നും അയോധ്യയിലേക്ക് 100 യോജന ദൂരമുണ്ടെന്നാണ് പറയുന്നത്. ഒരു യോജന എന്ന് പറയുന്നത് ഏകദേശം 13 കിലോമീറ്റർ ആണ്. 1300 കിലോമീറ്റർ ഏകദേശം 4 മണിക്കൂർ കൊണ്ട് എത്തിക്കാൻ രഥയാത്രയില് നളന് മാത്രമേ സാധിക്കുള്ളൂ. കാരണം നളന്റെ മനസ്സിൽ അശ്വഹൃദയ മന്ത്രമുണ്ട്. വളരെ ക്ഷീണിതരായ 4 കുതിരകളെ പൂട്ടിയ രഥത്തിൽ ബാഹുകൻ ഋതുപർണനെയും കൊണ്ട് യാത്രയാകുന്നു. പോകുന്ന വഴിക്ക് ബാഹുകന്റെ രഥവേഗം കണ്ട്, വാസ്തവത്തിൽ ബാഹുകൻ നയിക്കുന്ന രഥമല്ല, ബാഹുകന്റെ മനസ്സ് തന്നെയാണ് ദമയന്തിയുടെ അടുത്തെത്താനായിട്ട് പായുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. ആ യാത്രക്കിടയിൽ പെട്ടെന്ന് ഋതുപർണന്റെ ഉത്തരീയം മേൽമുണ്ട് താഴെ പോയി. അത് ദേഹത്തുനിന്ന് താഴേക്ക് വീഴുന്ന കാര്യവും ഋതുപർണൻ ശ്രദ്ധിക്കുന്ന ആ ചെറിയ സമയം കൊണ്ട് ഏകദേശം 1 യോജന ഇരിങ്ങാലക്കുട മുതൽ പോട്ട വരെയുള്ള ദൂരം എത്തിക്കഴിഞ്ഞു. അത്ര വേഗതയാണ്. ഈ തൻ്റെ പത്നിയെ ആണ് ഋതുപർണൻ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നുള്ള ആ ദേഷ്യം മുഴുവനും പ്രകടിപ്പിക്കാൻ ഒരൊറ്റ വരിയുള്ളൂ. ഓർത്തു പോകുന്നത് ഈ നേർത്ത വസനമോ താഴ്ത്തേൻമൊഴിതൻ പണിഗ്രഹണമോ എന്നൊരു ഒറ്റ വരി. അതിൽ അദ്ദേഹത്തിന്റെ ദേഷ്യം മുഴുവനും കാണാൻ സാധിക്കും. ഈ മനസ്സ് ഇത്രയും കലുഷിതമായിരിക്കുന്ന സമയത്ത് പോലും നളൻ അല്ല ബാഹുകന് ജ്ഞാനതൃഷ്ണ കൂടുതലാണ്. ഋതുപർണൻ ഒരു നല്ല ഗണിതശാസ്ത്രജ്ഞനാണ്.
ഒറ്റ നോട്ടത്തിൽ ഒരു മരത്തിലുള്ള 2 കോടി ഇലകൾ താഴെ കിടക്കുന്ന ഇലകളേക്കാൾ 100 എണ്ണം കുറവാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ പറഞ്ഞ ഒരു ഗണിത ശാസ്ത്രജ്ഞനാണ്. അപ്പൊ പറഞ്ഞു, അതൊന്ന് എന്നെ പഠിപ്പിക്കൂ എന്ന് ബാഹുകൻ ആവശ്യപ്പെട്ടു. ഈ ജ്ഞാന തൃഷ്ണ എന്ന് പറയുന്നത് ഈ ഒപ്റ്റിമിസത്തിലേക്കുള്ള യാത്രയാണ്. മനസ്സ് ആകുലപ്പെട്ട് കിടക്കുമ്പോൾ ശുഭാപ്തി വിശ്വാസമില്ലായ്മയാണ് നമ്മെ ഭരിക്കുക. മനസ്സ് നേരെയാകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക എപ്പോഴാണോ ജ്ഞാനം വേണമെന്ന് തോന്നുക, അപ്പോഴാണ് മനുഷ്യൻ പോസിറ്റിവിറ്റിയിലേക്ക് പോകുന്നത് എന്ന് വ്യക്തമാക്കും. തുടർന്ന് അക്ഷഹൃദയ മന്ത്രം അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. അക്ഷഹൃദയ മന്ത്രം എന്ന് പറയുമ്പോൾ ചൂതുകളിയിലെ 64 കള്ളികൾ എത്രയും പെട്ടെന്ന്, അതുപോലെ 16ഓളം ചലനങ്ങൾ 1 സെക്കൻഡിനുള്ളിൽ മനസ്സിലാക്കാനുള്ള കഴിവ്. വേണമെങ്കിൽ മോഡേൺ കാൽക്കുലസിന്റെ ഒരു പഴയ വെർഷനാണോ ഈ അക്ഷരഹൃദയ മന്ത്രം എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് ശാസ്ത്രജ്ഞർക്ക് ഞാൻ വിട്ടുകൊടുക്കുകയാണ്. ഈ രീതിയിൽ ആദ്യം ശോകം, പിന്നെ ആത്മരോദനം, തുടർന്ന് ദേഷ്യവും, അത് കഴിഞ്ഞിട്ട് ജ്ഞാനതൃഷ്ണയും കഴിയുന്ന ബാഹുകന്റെ ഹൃദയത്തിൽ പിന്നെ ഉണ്ടാകുന്നത് വീരരസമാണ്. അക്ഷരഹൃദയ മന്ത്രം ലഭിച്ചപ്പോൾ കലി പുറത്തു ചാടി. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മൗഢ്യത്തിനെ പുറത്തു കളയാൻ ഏറ്റവും നല്ലത് ജ്ഞാനം നേടുക എന്നുള്ളതാണ്. കലി പുറത്തു ചാടിയപ്പോ കലിയെ കൊല്ലണോ വേണ്ടയോ? ഷേക്സ്പിയറിന്റെ പ്രസിദ്ധമായ ടു ബി ഓർ നോട്ട് ടു ബി, ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. ആ കൺഫ്യൂഷൻ, ഡിലേമ, അത് ഇവിടെ നളനല്ല, ബാഹുകനും നളനും ഉണ്ടാകുന്നുണ്ട്. ബാഹുകന്റെ ഭാഗം മാത്രമേ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. ബാഹുകനൂടെ കൊല്ലാഞ്ഞാലോ കൊല്ലിലോ നല്ലതെന്ന് ഒരു ചിന്ത ഉണ്ടാകുകയാണ്. അപ്പോ എന്തുകൊണ്ട് തനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ബാഹുകൻ ചിന്തിക്കുമ്പോ കലി പറയുന്നുണ്ട്, നിന്നെ ദമയന്തി ഭർത്താവായി സ്വീകരിച്ചപ്പോൾ ദേവാദികൾക്കെല്ലാം ഒരു വിഷമമുണ്ടായി. ആ മനോവിഷമത്തിന്റെ ഫലമായിട്ടാണ് നീ ഇതെല്ലാം അനുഭവിച്ചത് എന്ന് പറഞ്ഞപ്പോ ബാഹുക ഹൃദയത്തിലെ ഒരു ഭാഗത്തെ സംശയം പൂർണ്ണമായും തീർന്നു. ഇനി 4-ാം ദിവസത്തിലെ യാത്ര, ആ യാത്രയിൽ അദ്ദേഹം ഋതുപർണന്റെ കൂടെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ, ഭീമരാജാവിന്റെ കൊട്ടാരത്തിൽ എത്തി. ദമയന്തിയുടെ 2ാം സ്വയംവരം നിശ്ചയിച്ചിട്ട് അവർ വിളംബരം ചെയ്തു എന്നുള്ളത് ബാഹുകളില് ഏറ്റവും അധികം ദേഷ്യമുണ്ടാക്കുന്ന കാര്യമാണ്. ദമയന്തി എന്തുകൊണ്ട് അങ്ങനെ ഒരു ഉപായം പറഞ്ഞു? അതിന് കാരണത്രേ ഉള്ളൂ. 1300 കിലോമീറ്റർ ദൂരം 4 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാൻ 12 നാഴിക എത്താൻ സാധിക്കുന്ന വ്യക്തി നളൻ മാത്രമാണ്. ഈ ദമയന്തിയുടെ തോഴി വന്ന് പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി പോകുന്നുണ്ട്. ഒപ്പം തന്നെ സ്വന്തം മക്കള് ഇന്ദ്രസേനയും ഇന്ദ്രസേനൻ എന്ന് പറഞ്ഞ 2 മക്കള് ബാഹുബലിന്റെ അടുത്ത് വന്നു നിൽക്കുമ്പോൾ അച്ഛന്റെ ഹൃദയം ഉള്ളിലൊതുക്കിക്കൊണ്ട് ബാഹുകൻ അവിടെ തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ നിൽക്കുകയാണ്. അവിടെയും ബാഹുക ഹൃദയം അടക്കി വെച്ചിരിക്കുകയാണ്. തുടർന്ന് താൻ ആരെ കാണാൻ ആഗ്രഹിച്ചിട്ടാണോ ഇത്രയും ദൂരം ഒരു ദാസന്റെ ജോലി ചെയ്തു വന്നത്, സാരഥിയുടെ തേരാളിയുടെ ജോലിയിൽ വന്നത്, ആ രൂപത്തെ മുമ്പിൽ കണ്ടപ്പോഴും ഹൃദയം പ്രച്ഛന്നമാക്കി. വേഷപ്രച്ഛന്നതയ്ക്ക് പകരം ഹൃദയപ്രച്ഛന്നതയാണ് അദ്ദേഹം ചെയ്തത്. വളരെ ആനന്ദമുണ്ടെങ്കിലും ദേഷ്യം പ്രകടിപ്പിച്ചു. ഈ നിന്റെ അച്ഛൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ സ്വയംവര വാർത്ത
സ്വയംവരം, രണ്ടാം സ്വയംവരം നടക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ശഠിച്ച് കുറേ ശാസിക്കുകയാണ് ദമയന്തി. തുടർന്ന് ദമയന്തിയുടെ ഒരു പരിവേദനമുണ്ട്. ആരായിരുന്നു എനിക്ക് തുണ, ഞാനിത് ആരോടാ പറയുന്നത് എന്ന് ചോദിക്കുന്ന ആ അവസരത്തിൽ എന്തു ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുന്ന ബാഹുകന്റെ ഹൃദയം സ്ഥിരബോധം നേടുന്നതോടുകൂടി ബാഹുക ഹൃദയം അപ്രത്യക്ഷമാവുകയാണ്. നമസ്കാരം. പലപ്പോഴും നമ്മൾ പകരം എന്ന് പറഞ്ഞ് നമ്മൾ കൽപ്പിക്കുന്നത് വേറൊരു പകരം വയ്ക്കാനില്ലാത്ത പ്രഭാഷണം, അല്ലെങ്കിൽ ഒരു ചിന്ത, അല്ലെങ്കിൽ ഒരു ദർശനം നമുക്ക് ഇന്ന് ഉണ്ടായി. എന്തായാലും ഫലിച്ച ഇന്നത്തെ ദിവസം KC നാരായണ സാറിൻ്റെ പ്രഭാഷണമായിരുന്നു. എന്തുകൊണ്ടും നടചരിത്രത്തോട് ഇത്രയധികം അനുസന്ധാനം ചെയ്ത വേണുമാസ്റ്റർ ഈ ഒരു ചെറിയ പ്രഭാഷണം കൂടുതൽ ഉൾക്കാഴ്ച നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു അവസരത്തിൽ നമ്മുടെ പ്രത്യേകം ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം പ്രസംഗിക്കാൻ കാണിച്ച സൗമനസ്യത്തിന് ഞങ്ങൾ ക്ലബിൻ്റെ പേരിലും ഇരിങ്ങാലക്കുട കഥകളി ആസ്വാദകരുടെ പേരിലും നന്ദി പറയും. നന്ദി. നമസ്കാരം.